സ്പാർക്കിൽ എങ്ങനെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് രണ്ട് രീതിയിലാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടി വരിക. അതിലൊന്ന്, പാസ്വേഡ് മറന്നു പോയാൽ എങ്ങനെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തത്, നിലവിലുള്ള പാസ്വേഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ട ഒരവസ്ഥ, എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ആദ്യം നമുക്ക് നിലവിലുള്ളൊരു പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് സ്പാർക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ സ്പാർക്ക് ഓപ്പൺ ചെയ്യുക. സ്പാർക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ യൂസർ കോഡും പാസ്വേഡും സെറ്റ് ചെയ്തുകൊണ്ട് ആധാർ OTP വന്നതിന് ശേഷം സ്പാർക്ക് ഓപ്പണായി വരും. അപ്പോൾ സ്പാർക്ക് ഓപ്പണായി വന്നതിന് ശേഷമാണ് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുക. യൂസർ കോഡ് കൊടുക്കുക, പാസ്വേഡ് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ കോഡ് അവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ കൊടുത്താൽ നമ്മൾ ആധാർ OTP വരും. അത് നമ്മുടെ മൊബൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതവിടെ നൽകുക. തുടർന്ന് നമ്മൾ സ്പാർക്കിൻ്റെ മെയിൻ പേജിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവിടെയാണ് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മളിതാ സ്പാർക്കിൻ്റെ മെയിൻ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയിൻ പേജിൽ ഏറ്റവും ഇടത് ഭാഗത്ത് അഡ്മിനിസ്ട്രേഷനിലാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അവിടെ നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഒട്ടേറെ ഓപ്ഷനുകളുണ്ട്. അതിനകത്ത് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള പാസ്വേഡ്, ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡാണ് ഫസ്റ്റ് അടിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് പുതിയ പാസ്വേഡ്, ഇനി സെറ്റ് ചെയ്യാനുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുക. അത് വീണ്ടും ഒരു തവണ കൂടി എൻ്റർ ചെയ്യുക, കൺഫേം ചെയ്യുക. ഇത്രയാണ് നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പാസ്വേഡ് മറന്നു പോയാൽ എങ്ങനെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് നമ്മുടെ സ്പാർക്കിൻ്റെ ഈ പേജിൽ, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പേജിൽ നമ്മൾ സാധാരണ യൂസർ കോഡും പാസ്വേഡും ഒക്കെ അടിക്കുന്നതിൻ്റെ തൊട്ടതായിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടൻ നമ്മുടെ പെൻ നമ്പർ ചോദിക്കും. ആ പെൻ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്യണം. പെൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഗോ കൊടുത്താൽ, അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. അവിടെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ നമ്മളുടെ മെയിൽ ID-യും എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മെയിൽ ID അടിക്കേണ്ടത് സ്കൂളിൻ്റെ മെയിൽ ID അല്ല, സ്പാർക്കിൽ നമ്മളുടെ DDOയുടെ ഒരു പേഴ്സണൽ മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മളവിടെ സെറ്റ് ചെയ്യേണ്ടത്. അത് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ ഫോൺ നമ്പർ അവിടെ കാണിക്കും. ഫോൺ നമ്പർ ഒരു വെരിഫൈ OTP പെർമിഷൻ ചോദിക്കും. അതിന് ഓക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതവിടെ കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ന്യൂ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. 2 തവണ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.